വെൽക്കം ബാക്ക് ടു അവർ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചങ്ങനാശ്ശേരി എപ്പിസോഡ് നമ്പർ 2 LKG A. Hi babies, good morning all. How are you? All are fine. Okay. ടീച്ചേഴ്സിനെ കാണുമ്പോൾ എന്താ പറയേണ്ടത്? ഗുഡ് മോർണിംഗ് പറയണം അല്ലേ? നിങ്ങൾ പറയുന്നത് ടീച്ചർ കേട്ടു. ഗുഡ് മോർണിംഗ് അല്ലേ? കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞ കഥകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുമ്പോൾ ആൻസർ പറയാൻ പഠിച്ചോ? ഓക്കെ, എല്ലാവരും പറഞ്ഞു, ടീച്ചർ കേട്ടു. ഇന്ന് ടീച്ചർ അപ്പുവിൻ്റെ കഥയാണ് പറയുന്നത്. അപ്പുവിനെ അറിയുമോ? ഇതുപോലെ ഒരു കുട്ടിയാണ് അപ്പു. കണ്ടോ? നിങ്ങളെപ്പോലെ തന്നെ അല്ലേ? ക്യൂട്ട് ബേബി. എന്ത് മിടുക്കനാ. ഗുഡ് ബോയ് ആണോ? നിങ്ങൾ ഗുഡ് ബോയ് ആണോ? ഗുഡ് ഗേൾ ആണോ? ഓക്കെ, എല്ലാവരും ഗുഡ് അല്ലേ? ഓക്കെ, അപ്പുവിൻ്റെ കഥയായിരുന്നു ഞാൻ പറയാൻ പോകുന്നത്. അപ്പുവിന് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കുണ്ടോ? ഉണ്ടല്ലേ? ടീച്ചറിനും ഉണ്ട് ഫ്രണ്ട്സ്. എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ? ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണോ? ഓക്കെ, നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണ്. അപ്പുവിന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആരായിരുന്നോ? ഒരു ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈനെ ഇഷ്ടമാണോ? പൂമ്പാറ്റ പറന്നു വരുന്ന കാണത്തില്ലേ? ബട്ടർഫ്ലൈ അല്ലേ? ബട്ടർഫ്ലൈക്ക് എത്ര കളേഴ്സാ നോക്കിയിട്ടുണ്ടോ? കുറേ കളേഴ്സ് ഉണ്ടല്ലേ? ഓക്കെ, ബട്ടർഫ്ലൈ അപ്പുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അപ്പു ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. എന്തിനായിരിക്കും ഇറങ്ങിയത്? ബട്ടർഫ്ലൈയെ കാണാൻ അല്ലേ? ബട്ടർഫ്ലൈ വരുമെന്ന് അപ്പുവിനറിയാം. അപ്പു രാവിലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പുവിന് നല്ല ഒരു സ്മെൽ അനുഭവപ്പെട്ടു. എന്താണ് സ്മെൽ? മണം അല്ലേ? അപ്പു ചുറ്റും നോക്കി. അപ്പോൾ അപ്പുവിൻ്റെ മുറ്റത്ത് ഒരു റോസ് ഫ്ലവർ ചെടികളുണ്ട്. അപ്പുവിൻ്റെ മുറ്റത്ത് റോസാപ്പൂ കണ്ടിട്ടില്ലേ? അങ്ങനെ ഒരു പുതിയ റോസ് ഫ്ലവർ അവിടെ ഉണ്ടായിരുന്നു. അപ്പു അതിനടുത്തേക്ക് ചെന്നു. ആ റോസ് ഫ്ലവറിൽ നിന്നാണ് അപ്പുവിന് സ്മെല്ലുണ്ടായത് അല്ലേ? മണമുണ്ടായത്. എങ്ങനെയായിരിക്കും അപ്പു സ്മെൽ ചെയ്തത്, മണത്തത്? വിത്ത് ഹിസ് നോസ്. വാട്ട് ഈസ് ദിസ്? നോസ്. മൂക്ക് അല്ലേ? അപ്പു ആ നോസ് വെച്ചിട്ടാണ് സ്മെല്ല് അനുഭവിച്ചത്. അത് കഴിഞ്ഞ് അപ്പു വീണ്ടും നോക്കി. അപ്പോഴതാ ദൂരെ നിന്ന് അപ്പുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വരുന്നു. എങ്ങനെയായിരിക്കും ബട്ടർഫ്ലൈ വന്നത്? പറന്നല്ലേ? പറന്ന് അപ്പു നോക്കി നിന്നു. അപ്പുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറന്നു വരുന്നത്. അപ്പു എങ്ങനെയായിരിക്കും ബട്ടർഫ്ലൈ വരുന്നത് കണ്ടത്? അപ്പുവിൻ്റെ ഐസ് ഉപയോഗിച്ചല്ലേ? ദിസ് ഈസ് ഐസ്. വി ക്യാൻ സീ വിത്ത് അവർ ഐസ്. വി ക്യാൻ സീ വിത്ത് അവർ ഐസ്. കണ്ണടച്ച് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, കണ്ണ് തുറന്ന് വെക്കണം അല്ലേ? അപ്പോൾ ഈ ഐസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാണാറ്. അപ്പോൾ എങ്ങനെയായിരിക്കും ബട്ടർഫ്ലൈനെ കണ്ടത്? സീ വിത്ത് ഹിസ് ഐസ്. കണ്ണുകൊണ്ട് അപ്പു കണ്ടു. ബട്ടർഫ്ലൈ പറന്ന് അടുത്തേക്ക് വന്നു. ബട്ടർഫ്ലൈ ഒരു പാട്ട് പാടിയാണ് വന്നത്, അപ്പുവിൻ്റെ അടുത്തേക്ക് വന്നത്. ബട്ടർഫ്ലൈ വന്നപ്പോൾ അപ്പു ബട്ടർഫ്ലൈൻ്റെ പാട്ട് കേട്ടു. എങ്ങനെയായിരിക്കും അപ്പു ബട്ടർഫ്ലൈൻ്റെ പാട്ട് കേട്ടത്? We can hear with our ears. These are ears. നിങ്ങൾക്കില്ലേ ears? ചെവി. അപ്പു എങ്ങനെയാണ് കേട്ടത് ബട്ടർഫ്ലൈൻ്റെ സോങ്? വിത്ത് ഹിസ് ഇയേഴ്സ്. ചെവിയിലൂടെ ബട്ടർഫ്ലൈൻ്റെ പാട്ട് കേട്ടു. ബട്ടർഫ്ലൈ അടുത്ത് വന്നു. ബട്ടർഫ്ലൈ വന്നിട്ട് അപ്പുവിനാദ്യം ഒരു ഉമ്മ കൊടുത്തു. എങ്ങനെയാ ഉമ്മ കൊടുക്കുന്നത്? ഏത് പാർട്ടാണ് ഉമ്മ കൊടുക്കാൻ ഉപയോഗിക്കുന്നത്? മൗത്ത് ആണോ? ലിപ്പ് വെച്ചിട്ടല്ലേ നമ്മൾ ഉമ്മ കൊടുക്കുന്നത്? ലിപ്പ് എവിടെയുള്ള പാർട്ടാണ്? മൗത്ത് അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്? വിത്ത് അവർ
പാട്ട് പാടുന്നത് എങ്ങനെയാണ്? മൗത്ത് വെച്ചിട്ടാണോ? നമ്മുടെ വായിൽ നിന്നാണോ സൗണ്ട് പുറത്തേക്ക് വരുന്നത്? ആണല്ലേ. അങ്ങനെ അപ്പു എന്ത് കേട്ടു? ബട്ടർഫ്ലൈൻ്റെ പാട്ട് കേട്ടു. ബട്ടർഫ്ലൈ എവിടേക്ക് എങ്ങനെയാണ് ഉമ്മ കൊടുത്തത്? മൗത്ത് അല്ലേ, ലിപ്പിൽ ഉമ്മ കൊടുത്തു. പിന്നീട് ബട്ടർഫ്ലൈയും അപ്പുവും കളിക്കാൻ തുടങ്ങി. കുറേ സമയം കളിച്ചു അല്ലേ. അത് കഴിഞ്ഞിട്ട് ബട്ടർഫ്ലൈ പറന്ന് വന്ന് അപ്പുവിൻ്റെ ഷോൾഡറിലിരുന്നു. ഇതെവിടെ വാ, ഈ പാർട്ട് എവിടെ വാ? ഷോൾഡർ അല്ലേ, കൈയിൻ്റെ ഷോൾഡറിലിരുന്നു. അപ്പുവിന് ഭയങ്കര ഇഷ്ടമാണ് അത്രയും അടുത്ത് വന്ന് ബട്ടർഫ്ലൈ ഇരിക്കുന്നത്. അപ്പു ഇങ്ങനെ നോക്കി ബട്ടർഫ്ലൈനെ, തോളിലിരിക്കുന്ന ബട്ടർഫ്ലൈനെ അല്ലേ, വേറെ ഷോൾഡറിലിരിക്കുന്ന ബട്ടർഫ്ലൈനെ നോക്കി. ബട്ടർഫ്ലൈ വീണ്ടും പറന്ന് അപ്പുവിൻ്റെ കയ്യിലൂടെ വന്നു, അപ്പുവിൻ്റെ കയ്യിലിരുന്നു. ഹാൻഡ്, വാട്ട് ഈസ് ദിസ്? ഹാൻഡ് അല്ലേ, കയ്യിലിരുന്നു. അത് കഴിഞ്ഞിട്ട് എവിടെ വന്നു? പറന്ന് അപ്പുവിൻ്റെ ഫിംഗേഴ്സിൽ വന്നിരുന്നു. അപ്പു ഫിംഗർ വെച്ചിട്ടാണ് ആ ബട്ടർഫ്ലൈനെ തൊട്ടത്. ടച്ച് വിത്ത് അവർ ഫിംഗേഴ്സ്. വാട്ട് ഈസ് ദിസ്? ഹാൻഡ്. നിങ്ങൾക്കുണ്ടോ 2 ഹാൻഡ്സ്? എല്ലാവർക്കും ഇല്ലേ 2 ഹാൻഡ്സ് അല്ലേ? നമുക്കെല്ലാം 2 ഹാൻഡ്സ് ഉണ്ട്. വാട്ട് ഈസ് ദിസ്? ഹാൻഡ്സ്. കയ്യിലൂടെ വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബട്ടർഫ്ലൈ പറന്നു അപ്പുവുമായി കളിച്ചു. ബട്ടർഫ്ലൈ കുറച്ച് ദൂരേക്ക് പറന്നപ്പോൾ അപ്പു ബട്ടർഫ്ലൈൻ്റെ അടുത്തേക്ക് പോയി. എങ്ങനെയായിരിക്കും അപ്പു പോയത്? വിത്ത് ഹിസ് ലെഗ്സ്. കാല് വെച്ചിട്ടല്ലേ നമ്മൾ നടക്കുന്നത്? വി ക്യാൻ വാക്ക് വിത്ത് അവർ ലെഗ്സ് അല്ലേ, കാല് വെച്ചിട്ട് നടക്കാൻ പറ്റും. അങ്ങനെ അപ്പു നടന്ന് ബട്ടർഫ്ലൈൻ്റെ പുറകെ പോയി കളിച്ചു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ബട്ടർഫ്ലൈ അപ്പുവുമായി കളിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ടാറ്റ പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോയി. ആരുടെ വീട്ടിലേക്ക്? അപ്പുവിൻ്റെ വീട്ടിൽ നിന്ന് ബട്ടർഫ്ലൈൻ്റെ വീട്ടിലേക്ക് പോയി അല്ലേ. അപ്പോൾ അപ്പു തിരികെ വന്നു. നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണ്, അപ്പുവിൻ്റെ ഏതൊക്കെ പാർട്ടാണ് നമ്മൾ പഠിച്ചത്? വാട്ട് ഈസ് ദിസ്? ഹെഡ്. വാട്ട് ഈസ് ദിസ്? ഹെഡ്. We can see with our eyes. We can hear with our ears. We can smell with our nose. We can sing with our mouths. We can write with our hands. We can walk with our legs. ഇത്രയും ബോഡി പാർട്സ് നമ്മൾ പഠിച്ചിപ്പോൾ അല്ലേ. അതിൻ്റെയൊക്കെ പേര് പഠിച്ചു. എല്ലാത്തിൻ്റെയും പേര് ഇംഗ്ലീഷിലാണോ പഠിച്ചത്? ഇനിയും ടീച്ചർ പറയാത്ത കുറേ ബോഡി പാർട്സ് നമ്മുടെ ശരീരത്തുണ്ട് അല്ലേ. അത് ടീച്ചർ വേറൊരു ദിവസം പറഞ്ഞു തരാമേ. ടീച്ചർ ഒരു കാര്യം കൂടെ പറയാമേ. ടീച്ചർ പറയാത്ത പല ഭാഗങ്ങളും നമ്മുടെ ശരീരത്തിലില്ലേ. നിങ്ങൾക്കറിയാത്ത ആരെങ്കിലും വന്ന് നിങ്ങളുടെ ശരീരത്തൊന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾ സമ്മതിക്കണ്ട, ഇഷ്ടമില്ല എന്ന് പറയണമല്ലേ. അറിയാവുന്ന ആൾക്കാരോ ഒക്കെ ടച്ച് ചെയ്താൽ കുഴപ്പമില്ല. ഇഷ്ടമില്ലാത്ത ആൾക്കാർ തൊട്ടാൽ ആരോട് പറയണം? അമ്മയോട് പറയണം. പരിചയമില്ലാത്ത ആരും ഉമ്മ തന്നാൽ നിങ്ങൾ അടുത്തേക്ക് പോകണ്ട, തൊടാൻ വന്നാൽ സമ്മതിക്കണ്ട അല്ലേ. ടീച്ചർ തൊട്ടാൽ സമ്മതിക്കുമോ? ടീച്ചർ ഉമ്മ വെക്കാൻ സമ്മതിക്കുമോ? സമ്മതിക്കുമല്ലേ. ടീച്ചർ നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ? അതെ, എല്ലാവരും സമ്മതിച്ചു അല്ലേ. ടീച്ചർ നിങ്ങളുടെ ഫ്രണ്ട്, നിങ്ങൾ ടീച്ചറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. കഥ ഇഷ്ടമായോ? എങ്കിൽ നമുക്കൊരു റൈം കണ്ടാലോ. ബൈ. ഐസ്, നോസ്, ലിപ്പ്, മൗത്ത്, ടീത്ത്, ടങ്ങ, ഇയർ, ടാഡർ, ഹാൻഡ്, fingers, nail, leg. We can see with our eyes. We can smell with our nose. We can sing with our lip. mouth. We can hear with our Ear. ears. Yes. We can walk with our leg. Legs. ഹായ് മക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ. ടീച്ചറും സുഖമായിരിക്കുന്നു.
കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞ പ്രവൃത്തികൾ എല്ലാവരും ചെയ്തല്ലോ അല്ലേ? ചെയ്തു. ടീച്ചർ കണ്ടു, എല്ലാം വളരെ ഭംഗിയായിരിക്കുന്നു. രാരീരാരോ രാരോ രാരീരാരോ രാരോ. ഉറക്കം വരുന്നോ? ഉറങ്ങേണ്ട. നിങ്ങളെ ഇങ്ങനെ താരാട്ട് പാടി ആരാണ് ഉറക്കുന്നത്? അമ്മ അല്ലേ? അമ്മ താരാട്ട് പാടി നിങ്ങളെ ഉറക്കാറുണ്ടല്ലേ? ഇന്ന് ടീച്ചർ ടോണി എന്ന ഒരു കുട്ടിയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങളെപ്പോലെ ഒരു ചെറിയ കുട്ടി, അമ്മ താരാട്ട് പാടി ഉറക്കുന്ന ഒരു കുട്ടി. അവന് കുറേ കൂട്ടുകാരുണ്ട്. കൂട്ടുകാരുമായി അവൻ കളിക്കാൻ പുറത്തേക്ക് പോകാറുണ്ട്. ഒരു ദിവസം രാവിലെ കൂട്ടുകാരെത്തിയപ്പോൾ ടോണി അവരോടൊപ്പം പുറത്തേക്ക് പോയി കളിക്കാൻ പുറത്തേക്ക് നടന്നപ്പോൾ വഴിയിൽ ഒരു തുമ്പിയെ കണ്ടു. തുമ്പിയെ ഇഷ്ടമാണോ? എന്തു ഭംഗിയാ തുമ്പി പറന്നു പോകുന്നത് കാണാൻ അല്ലേ? ആ തുമ്പി പറന്ന് ഒരു ചെറിയ ചെടിയുടെ ഇലയിൽ വന്നിരുന്നു. ടോണി വളരെ സാവകാശം ചെന്ന് ആ തുമ്പിയുടെ ചിറകിൽ പിടിച്ചു. തുമ്പി പറന്നു പോകാൻ ശ്രമിച്ചു. പറ്റുമോ? ചിറകിൽ ടോണി പിടിച്ചിരിക്കുകയല്ലേ. തുമ്പിക്ക് പറന്നു പോകാൻ പറ്റുമോ? ഇല്ല. തുമ്പിക്ക് വിഷമമായി, തുമ്പിക്ക് ഭയമായി. പേടിയായപ്പോൾ തുമ്പിയുടെ ശരീരം റാ പോലെ വളച്ചു. റായ് ഓർക്കുന്നില്ലേ? ടീച്ചർ പരിചയപ്പെടുത്തിയില്ലേ കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരക്ഷരം റാ? ആ റായുടെ ആകൃതി എങ്ങനെയാണ്? വളഞ്ഞിരിക്കുന്നത് അല്ലേ? ആ തുമ്പി റാ പോലെ വളഞ്ഞു വന്നു. ടോണി ഒരു നൂലെടുത്ത് വന്നിട്ട് ഈ തുമ്പിയുടെ വാലിൽ കെട്ടാൻ ശ്രമിച്ചു. എന്തിനാണ് തുമ്പിയുടെ വാലിൽ നൂൽ കെട്ടുന്നത്? നൂൽ കെട്ടിയിട്ട് ഒരറ്റത്ത് പിടിക്കുമ്പോൾ തുമ്പി പറന്നു പോകാൻ ശ്രമിക്കും. തുമ്പിയെ പറപ്പിക്കാം, പക്ഷേ തുമ്പിക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അതിനുവേണ്ടി ടോണി ഒരു നൂലെടുത്ത് തുമ്പിയുടെ വാലിൽ കെട്ടി. തുമ്പിക്ക് വിഷമമായി. തുമ്പി അതിൻ്റെ വാല് വളച്ച് അകത്തേക്ക് വെച്ചു. എന്തിനാണ്? വാലിൽ കെട്ടാതിരിക്കാൻ അല്ലേ? പക്ഷേ ടോണി കെട്ടിക്കഴിഞ്ഞപ്പോൾ തുമ്പിക്ക് വേദനിച്ചപ്പോൾ തുമ്പി കുറച്ചുകൂടി ചുരുട്ടി വെച്ചു ആ വാല്. അതെങ്ങനെയായിരിക്കും? റായുടെ ആകൃതിയിലുള്ള ആ തുമ്പി അതിൻ്റെ വാല് അകത്തേക്ക് വളച്ചു വെച്ചാൽ എങ്ങനെയിരിക്കും? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? എങ്കിൽ ടീച്ചർ കാണിക്കാം ഏതാകൃതിയിലായിരിക്കുമെന്ന്. നോക്കൂ. കണ്ടോ തുമ്പി ഏതാകൃതിയിലാണ് വാല് വളച്ച് വെച്ചതെന്ന്? ഈ ആകൃതിക്ക് പറയുന്ന പേരാണ് രാ. രാ എന്ന മലയാളത്തിലെ ഒരക്ഷരമാണ് ഇത്. രാ നിങ്ങൾക്ക് മനസ്സിലായോ? അതിനാണ് ടീച്ചർ തുടക്കത്തിലെ രാരീരം പാടിയത്. ഇപ്പോൾ നമ്മൾ മലയാളത്തിലെ രണ്ടക്ഷരങ്ങളെ പരിചയപ്പെട്ടു അല്ലേ? ഒന്ന് റാ, രണ്ടാമത് രാ. റാ കൂട്ടിയുള്ള കുറേ വാക്കുകൾ നിങ്ങൾ പറഞ്ഞില്ലേ? എല്ലാം ശരിയായിരുന്നു. ഇനി രാ കൂട്ടിയുള്ള ചില വാക്കുകൾ ടീച്ചർ പറയട്ടെ. മരം, കസേര, ചിത്രങ്ങൾ കണ്ടോ? മരം, കസേര. കസേര എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇരിക്കാൻ അല്ലേ? മരം എല്ലാവർക്കും അറിയില്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ? ആപ്പിൾ മരം, ഓറഞ്ച് മരം. മരം നമ്മുടെ പ്രകൃതിയിലുള്ളതാണ് അല്ലേ? പിന്നെ രാ കൂട്ടി നിങ്ങൾക്ക് മറ്റെന്ത് വാക്കുകളൊക്കെ അറിയാം? വര, വരി, അരി,
പിന്നെന്തൊക്കെ അറിയാം? നിങ്ങൾക്കറിയാവുന്ന വാക്കുകളെല്ലാം ടീച്ചറിനെ അറിയിക്കുമോ? ഇനി നിങ്ങൾക്കിഷ്ടപ്പെട്ട നല്ലൊരു പാട്ട് ടീച്ചർ കേൾപ്പിക്കട്ടെ. ഇതാ കേൾക്കൂ. ഈ വള്ളിയിൽ നിന്ന് ചമ്മ പൂക്കൾ പറന്നിവ പറന്നമ്മ തെറ്റി നിനക്കുന്നീ ചൊല്ലാം അമ്മ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം നീക്കുവേദിങ്ങിവാ പൊങ്ങി പിന്നിൽ നോക്കാമേ എന്തോ ഒരു ഭംഗി അയ്യോ പോയി കൂടി കളപ്പാൻ വയ്യ എനിക്കമ്മയെ പറപ്പാൻ ആവാത്തതിങ്ങനെ ചുമ്മാ എന്നിൽ ചുമ്മാ മകല്ലോ എൻ്റെ ഓമനൊന്നേ പിച്ച നടന്ന് കളപ്പു നീ ആ പിച്ചകോ ഉണ്ടോ നടപ്പു അമ്മത്തിലായത് എന്തെന്നാൽ ഞാനൊരു ഉമ്മ തരാ അമ്മ നാമിനു അറിയുക അല്പം എൻ്റെ ഓമന ദൈവസങ്കല്പം. ഞാൻ ചെറുതുള്ള കാര്യങ്ങൾ പറയുന്നത് അരി കുരുവി രാത്രി കങ്കാരു തോരൻ Hi babies, good morning. How are you all? Are you all happy? Okay. Yes. Today we are starting our class. Today we have the English class. എന്താ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? ഇംഗ്ലീഷ് ക്ലാസ് അല്ലേ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എഴുതാൻ അറിയാമോ? ഇല്ല അല്ലേ? LKG ക്ലാസ്സിൽ ചേർന്നിട്ടേ ഉള്ളൂ. എഴുതാൻ അറിയില്ല. സ്കൂളിൽ വരുമ്പോൾ ടീച്ചർ എഴുതാൻ പഠിപ്പിക്കാമേ. ഇന്ന് ടീച്ചർ സ്റ്റോറി പറയുന്നില്ല, പകരം ഒരു ഗെയിമാണ്. ഗെയിം ഇഷ്ടമാണോ? ഗെയിം ഇഷ്ടമാണ് അല്ലേ? ആരുമായിട്ടാണ് ഗെയിം കളിക്കുന്നത്? അമ്മയുമായിട്ട് കളിച്ചോളൂ കേട്ടോ. അതിനു മുമ്പായിട്ട് ടീച്ചർ ബോർഡിൽ ഒരു കാര്യം കാണിച്ചു തരാം. See here, this is our board. നിങ്ങൾ ലെറ്റേഴ്സ് എഴുതുന്നതിന് മുമ്പായി കുറച്ച് ലൈൻസ് ഒക്കെ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ചു തരാമെന്ന്. ലൈൻസ് ഡ്രോ ചെയ്യാനായിട്ട്. Look here. This is standing line. What is this? This is a standing line. Another line is here. Look here. This is sleeping line. What is this? Sleeping line. Next line is right slanting line. What is this? Right slanting line. Next line is here left slanting line. What is this? Left slanting line. Another stroke is left curve. This is left curve. Next one is right curve. Next curve is upward curve. What is this? Upward curve. Next one is downward curve. Downward curve. Next line is zigzag line. Zigzag line. What is this? Zigzag line. We can write this line also like curve. Zigzag curve. This is. Next one is, circle. What is this? Circle. Circle.
These are the strokes and curves. ടീച്ചർ ഇത്രയും കാണിച്ചത് എന്തിനാണെന്നോ? നമുക്ക് എഴുതാൻ പഠിക്കണ്ടേ? എഴുതാൻ പഠിക്കണമെങ്കിൽ ഈ ലൈൻസ് ആൻഡ് കർവ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് പഠിക്കുകയാണെങ്കിൽ ഇതുപയോഗിച്ച് നമുക്ക് ഓരോ ലെറ്റേഴ്സ് ഇംഗ്ലീഷിൻ്റെത് എഴുതാൻ പറ്റും, മലയാളത്തിലെ അക്ഷരങ്ങൾ എഴുതാൻ പറ്റും, പിന്നെയോ മാത്സിലെ നമ്പേഴ്സ് എഴുതാൻ പറ്റും. അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും എഴുതണമെങ്കിൽ എന്ത് പഠിക്കണം? ഈ ലൈൻസ് ആൻഡ് കർവ്സ് നമ്മൾ പഠിക്കണം. ഇനി ടീച്ചർ ആ ഗെയിം പറയാം. അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയണം. എന്താണെന്നോ ഗെയിം? അമ്മേ, ദിസ് ഈസ് സ്റ്റാൻഡിങ് ലൈൻ. നിങ്ങളുടെ ഫിംഗർ എടുത്തിട്ട് പറയണം, അമ്മേ ദിസ് ഈസ് സ്റ്റാൻഡിങ് ലൈൻ. ഈ ഹാൻഡിലേക്ക് എടുക്കണം. ദിസ് ഫിംഗർ ഓൾസോ. ദിസ് ഈസ് സ്റ്റാൻഡിങ് ലൈൻ ആൻഡ് ദിസ് ഈസ് സ്ലീപ്പിംഗ് ലൈൻ. വാട്ട് ഈസ് ദിസ്? സ്ലീപ്പിംഗ് ലൈൻ. സ്ലീപ്പിംഗ് ലൈൻ. സ്ലീപ്പിംഗ് ലൈൻ. Sleeping line, slanting line, slanting line, slanting line, slanting line, curve, 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 circle, circle. Zigzag, zigzag. ഗെയിം ഇഷ്ടപ്പെട്ടോ? ഗെയിം ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഗെയിം കളിക്കണം. അപ്പോൾ അമ്മ നിങ്ങളുടെ കൂടെ കളിക്കും അല്ലേ? സ്കൂളിൽ വരുമ്പോൾ ടീച്ചർ നിങ്ങളുടെ കൂടെ കളിക്കും. നമുക്ക് ഈ ഗെയിം കളിക്കണം സ്കൂളിൽ വരുമ്പോൾ അല്ലേ? അപ്പം നിങ്ങൾ ഈ ഗെയിം എല്ലാവരും പഠിച്ചിട്ട് വരുമോ? എല്ലാവരും പഠിക്കുമോ? ഓക്കെ, എങ്കിൽ ടീച്ചർ റൈം കാണിക്കാമേ. ബൈ. Standing line, standing line, sleeping line, sleeping line, right slanting line, right slanting line, left slanting line, left slanting line. Next, left curve, left curve, right curve, right curve, upward curve, upward curve, downward curve, downward curve. Next, zigzag line, zigzag line, zigzag. Circle, circle, once again, standing line, sleeping line, right slanting line, left slanting line, left curve, right curve, circle, zigzag line, Standing line, standing line, sleeping line, sleeping line, Slanting, running line, running line. Go, go, go.
Circle. Zigzag. 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 No, Papa. Sugar, no, Papa. Lights, no, Papa. Open your mouth. What? Ha ha ha. ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. സേ ഗുഡ് മോർണിംഗ് മിസ്. ഉറക്കെ പറഞ്ഞേ, സേ ലൗഡ്ലി ഗുഡ് മോർണിംഗ് മിസ്. പാല് കുടിച്ചോ? രാവിലെ നേരത്തെ എണ്ണീറ്റോ? അമ്മ വിളിച്ചപ്പം കരഞ്ഞോ? അതോ നല്ല കുട്ടിയായിട്ട് എണ്ണീറ്റ് വന്നോ? ഇന്നലെ മിസ് ബിഗ് സ്മോളും പഠിപ്പിച്ചില്ലേ? ബിഗ് ആൻഡ് സ്മോൾ. അത് മനസ്സിലായോ? അത് പഠിച്ചോ? വീട്ടിലെ സാധനങ്ങളൊക്കെ കാണുമ്പം ഇത് ബിഗ് ആണ്, ഇത് സ്മോളാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പഠിച്ചോ മക്കളെ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അമ്മ വീട്ടിൽ വെജിറ്റബിൾസ് പച്ചക്കറിയൊക്കെ എടുത്ത് അരിയുമ്പോഴത്തേക്ക് അമ്മയുടെ അടുത്ത് ചെന്ന് നോക്കിയിരിക്കണം. എന്നിട്ട് കാബേജ് എടുത്ത് പൊക്കിയിട്ട് വരണം, അമ്മേ ദിസ് ഈസ് ബിഗ്. ടൊമാറ്റോ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് വരണം, അമ്മേ ദിസ് ഈസ് സ്മോൾ. അപ്പം അമ്മ പറയും, വെരി ഗുഡ് ഗുഡ് ഗുഡ്, കേട്ടോ? വെരി ഗുഡ് എന്ന് അമ്മയും കൊണ്ട് പറയിപ്പിക്കണം. അല്ലെ എന്തെങ്കിലും സംശയമുണ്ട് അമ്മയോട് ചോദിക്കണം, അമ്മ ഇത് ബിഗ് ആണോ? ഈസ് ദിസ് ബിഗ് ഓർ ഈസ് ദിസ് സ്മോൾ? ഇത് ബിഗ് ആണോ ഇത് സ്മോൾ ആണോ? അമ്മയോട് ചോദിക്കണം. ഇന്നലെ നമ്മൾ ബിഗ് സ്മോളും പഠിച്ചല്ലോ, ഇന്ന് നമ്മൾ ബിഗ് സ്മോളും പഠിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പുസ്തകമുണ്ടല്ലോ, നമ്മുടെ പുസ്തകം ഏതാണെന്ന് മക്കൾ കണ്ടോ? ബട്ടർഫ്ലൈസ് ബുക്ക് കണ്ടോ? നിറച്ച് ബട്ടർഫ്ലൈസൊക്കെ പറന്ന് നിൽക്കുന്ന ബുക്ക് കണ്ടോ? ആ ബുക്കിനകത്തെ കണ്ടോ ബിഗ് സ്മോളുമായിട്ടുള്ള ആനിമൽസിനെയൊക്കെ കണ്ടോ മക്കൾ? ബിഗ് എലിഫൻറ്റ്, സ്മോൾ എലിഫൻറ്റ് കാഫ്, ഡോഗ് ഈസ് ബിഗ്, പപ്പി സ്മോൾ. പട്ടിക്കുട്ടി ഉണ്ടോ വീട്ടിൽ? പപ്പിക്കുട്ടി ഭൂ ഭൂ ഉണ്ടോടാ? ഷീപ്പ് ഈസ് ബിഗ്, ലാംബ് ഈസ് സ്മോൾ. പിന്നെ നമ്മുടെ വീട്ടിൽ പൂച്ചക്കുഞ്ഞൊക്കെ കാണത്തില്ലേ? പൂച്ചക്കുഞ്ഞ് എന്ന് പൂച്ചക്കുഞ്ഞ് ഇഷ്ടമല്ലേ? അതിനെയൊക്കെ നോക്കിയിട്ട് പറയണേ സ്മോൾ. വലിയ പൂച്ചയെ കാണുമ്പോൾ ബിഗ്. വീട്ടിൽ കോഴിയില്ലേ? അമ്മക്കോഴിയൊക്കെ അമ്മക്കോഴി മുട്ടയിട്ടു എന്നൊക്കെ നമ്മൾ പാടത്തില്ലേ? ആ അമ്മക്കോഴിയെ കാണുമ്പോൾ പറയും ബിഗ്. കോഴിക്കുഞ്ഞിനെ കാണുമ്പോൾ സ്മോൾ. ഒന്നിട്ട് പറഞ്ഞേ, ബിഗ് സ്മോൾ. ഉറക്കെ പറഞ്ഞേ, ബിഗ് സ്മോൾ, ബിഗ് സ്മോൾ. ഫ്രൂട്ട്സ് കണ്ടിട്ടുണ്ടോ? ഫ്രൂട്ട്സ് കണ്ടോ? ദിസ് ഈസ് ബിഗ്, ദിസ് ഈസ് സ്മോൾ, ദിസ് ഈസ് ബിഗ്, ദിസ് ഈസ് സ്മോൾ, ദിസ് ഈസ് ബിഗ്, ദിസ് ഈസ് സ്മോൾ, ദിസ് ഈസ് ബിഗ്, ദിസ് ഈസ് സ്മോൾ. നമുക്ക് ഇനിയും സ്കൂളിൽ വരുമ്പോഴത്തേക്ക് ഇപ്പം നിങ്ങൾ ഈ ബുക്കിലൊന്നും ചെയ്യണ്ട. നിങ്ങൾ സ്കൂളിൽ വരുമ്പം മിസ് ഈ ബുക്കെല്ലാം എടുത്ത് മക്കളെ ടിക്കിടിപ്പിക്കുകയും എഴുതിപ്പിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തോളാം. മിസ് ഇന്നുണ്ടല്ലോ ഒരു ബിഗ് ആൻഡ് സ്മോൾ ഇതിൻ്റെ ചെറിയൊരു റൈംസ്, ഒരു ആക്ഷൻ സോങ് ചെറിയൊരു റൈംസ് ഇട്ടിട്ടുണ്ട്. അത് നോക്കി കണ്ട് പഠിക്കണം. ഓക്കെ? അത് പഠിച്ചിട്ട് മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് സ്കൂളിലെത്തണം. എങ്കിൽ ഇന്ന് മിസ് ബൈ ബൈ പറയട്ടെ. താങ്ക് യു മിസ് പറഞ്ഞേ. ടാറ്റാ. Big, big. ഹായ് സ്വീറ്റ് കിഡ്സ്, സുഖമായിരിക്കുന്നോ? ഹൗ ആർ യു ഓൾ? ഓക്കെ. ബിഗ് സ്മോളും ഒക്കെ എല്ലാവരും പഠിച്ചോ? ബിഗ് ആൻഡ് സ്മോൾ പഠിച്ചോ? ബിഗ് ആൻഡ് സ്മോൾ. നിങ്ങളുടെ വീഡിയോ ഒക്കെ മിസ് കണ്ടായിരുന്നു. ഹായ്, എത്ര മനോഹരമായിരിക്കുന്നു. നല്ല ബിഗ് സ്മോളും ഒക്കെ കാണിച്ചു കൊണ്ടുള്ള നല്ല വീഡിയോകളായിരുന്നു കേട്ടോ. മിസ്സിന് ഒത്തിരി ഇഷ്ടമായി. ഇനിയും മിസ്സിന് ഇങ്ങനെ വീഡിയോ അയച്ചു തരണം കേട്ടോ. ഓക്കെ. ഇന്ന് മിസ് പഠിപ്പിക്കാൻ പോകുന്നത് ലോങ് ആൻഡ് ഷോർട്ടാണ്. ഇന്ന് മിസ് പഠിപ്പിക്കാൻ പോകുന്നത് എന്തുവാണ്? ലോങ് ആൻഡ് ഷോർട്ട്. ലോങ്, എല്ലാവരും കയ്യൊന്ന് പൊക്കി പിടിച്ചേ, നീളത്തിൽ കാണിച്ചേ. ലോങ് ആൻഡ് ഷോർട്ട്. അത് കാണിച്ചേ, ലോങ് ആൻഡ് ഷോർട്ട്. ഓക്കെ, ഇവിടെ നോക്കിയേ. ബ്ലൂ വെയിൽ ഈസ് ലോങ്. ബ്ലൂ വെയിലാണ്
നീളമുള്ളത്. നല്ല ഭയങ്കര നീളമാണ് ബ്ലൂ വെയിലിന്. ഗോൾഡ് ഫിഷ് ഷോർട്ട്. കുഞ്ഞു ഫിഷിനെ കണ്ടുണ്ടോ? വീട്ടിൽ മീനൊക്കെ മേടിക്കാറുണ്ടോ? കുഞ്ഞു മീനൊക്കെ മേടിക്കാറുണ്ടോ? അമ്മ വറുത്തൊക്കെ തരുമോ? ഹായ്, നല്ല രുചിയല്ലേ, നല്ല ടേസ്റ്റ് അല്ലേ? അത് ചെറുത്. വലിയത് ആരാണ്? ബ്ലൂ വെയിൽ ഈസ് ലോങ്, ഗോൾഡ് ഫിഷ് ഈസ് ഷോർട്ട്. ഡ്രം സ്റ്റിക്സ് ആർ ലോങ്. ഡ്രം സ്റ്റിക്സ് കണ്ടിട്ടുണ്ടോ? മുരിങ്ങിക്ക, അതിന് നല്ല നീളമാണ് കേട്ടോ, നല്ല നീളമുള്ള ഡ്രം സ്റ്റിക്സ്. ബ്രിഞ്ചാൾ ഈസ് ഷോർട്ട്. വഴുതനങ്ങ, ചെറിയ ബ്രിഞ്ചാൾ. വഴുതനങ്ങ ഈസ് ഷോർട്ട്, ചെറുതാണ്. ബാറ്റ്, ഇത് നിങ്ങൾക്കെല്ലാം ഉണ്ടല്ലോ ഇല്ലേ? ബാറ്റ് ഈസ് ലോങ്. നിങ്ങൾ സ്കൂളിൽ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ബോക്സ് ഉണ്ടല്ലോ, സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ബോക്സ് ഒക്കെ മേടിച്ചായിരുന്നല്ലേ? ആ ബോക്സ് ബാറ്റിൽ വെച്ച് നോക്കുമ്പോൾ ബോക്സ് ചെറുതാണ്, സ്മോൾ. ബോക്സ് ഈസ് ഷോർട്ട്. ബാറ്റ് ഈസ് ലോങ്, ബോക്സ് ഈസ് ഷോർട്ട്. അടുത്ത നോക്കി. അയ്യോ, ഇതാരാ നോക്കി? ആരാ അത്? അതിന് തൊടല്ലേ കേട്ടോ, തൊടല്ലേ, മിസ്സിന് പേടിയാ കേട്ടോ, തൊടല്ലേ. സ്നേക് ഈസ് ലോങ്, സ്ക്വാറൽ ഈസ് ഷോർട്ട്. അണ്ണാറക്കണ്ണനെ കണ്ടിട്ടുണ്ടോ? ചിൽ വെക്കുന്ന അണ്ണാറക്കണ്ണനെ കണ്ടിട്ടുണ്ടോ? അണ്ണാറക്കണ്ണൻ ഷോർട്ട്. സ്നേഹിനെ കാണുമ്പോൾ അപ്പാടും അമ്മയോടൊക്കെ പറയണം കേട്ടോ, മക്കൾ പോയി തൊടുകയൊന്നും ചെയ്യല്ലേ കേട്ടോ. സ്നേക് ഈസ് ലോങ്, ഷാർപ്പനർ ഈസ് ഷോർട്ട്, പെൻസിൽ ഈസ് ലോങ്. നിങ്ങളുടെ കയ്യിലുണ്ടോ പെൻസിൽ വെട്ടുന്ന കട്ടറും ഒക്കെ ഉണ്ടോ? പെൻസിൽ ലോങ്ങാണ്, നീളമുള്ള പെൻസിലല്ലേ. ഷാർപ്പനർ ഷോർട്ടാണ്. അടുത്ത് നോക്കിയേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രെയിൻ, ട്രക്ക്. ലോങ്ങസ്റ്റ് വെഹിക്കിളാണ് ട്രെയിൻ. ലോങ്ങസ്റ്റ് വെഹിക്കിളാണ് ട്രെയിൻ. ട്രെയിൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ട്രക്ക് ഷോർട്ടാണ് കേട്ടോ. ഈ ട്രെയിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ട്രക്ക് ഷോർട്ടാണ്. ലോങ്ങസ്റ്റ് വെഹിക്കിളാണ് ട്രെയിൻ. നമ്മളിപ്പോൾ ലോങ്ങും ഷോർട്ടും പഠിച്ചില്ലേ? അത് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഓക്കെ, ഈ സ്കെയില് നോക്കിക്കേ. നമ്മുടെ സ്കെയിലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് ലോങ് ആണോ ഷോർട്ടാണോ? ഇത് നല്ല നീളമുണ്ട് അല്ലേ? ഇതുമായിട്ട് നോക്കുമ്പോഴോ, ദിസ് ഈസ് ലോങ്, ദിസ് ഈസ് ഷോർട്ട്, ദിസ് ഈസ് ലോങ്, ദിസ് ഈസ് ഷോർട്ട്. ഇനി മിസ് കാണിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കാണിക്കട്ടെ. നോക്കിക്കേ, ഇതാരാണ്? ഇത് ഒറിജിനലൊന്നും അല്ല കേട്ടോ, ശരിക്കുള്ളതൊന്നും അല്ല. മക്കളാരും ഇതേ പോയി പിടിക്കുകയും ചെയ്യല്ലേ. സ്നേക്. ഇത് മിസ്സിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം കേട്ടോ. ഇങ്ങനെ പിടിച്ചാൽ അവൻ ഇങ്ങനെ കറങ്ങി വരും. ദിസ് ഈസ് ലോങ്. ഇതിന് നല്ല നീളമല്ലേ, നല്ല ലോങ് അല്ലേ? കണ്ടോ, ലോങ് അല്ലേ? ദിസ് ഈസ് ലോങ്, ദിസ് ഈസ് ലോങ്. ഷോർട്ടായിട്ട് നമുക്ക് കാണിക്കാൻ. നോക്കിയേ, ഇതാരാ? ഇതിനെ കണ്ടിട്ടുണ്ടോ? കോക്രോച്ച്, പാറ്റ. നമ്മുടെ വീട്ടിലൊക്കെ ഇല്ലേ? പാറ്റയെ കണ്ടിട്ടുണ്ടോ? പാറ്റയെ പിടിച്ചിട്ടുണ്ടോ? പാറ്റയെ കാണുമ്പോൾ ഓടും അല്ലേ? അമ്മേന്ന് വിളിച്ചോണ്ട് ഓടത്തില്ലേ? ആണ്, അമ്മേന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ പേടിച്ച് അമ്മയെ പോയി കെട്ടിപ്പിടിക്കുകയല്ലേ? ഇതിനെ രണ്ടിനെയും കാണുമ്പം, സ്നേഹിനെയും കോക്രോച്ചിനെയൊക്കെ കാണുമ്പം. ദിസ് ഈസ് ലോങ്, ദിസ് ഈസ് ഷോർട്ട്, ദിസ് ഈസ് ലോങ്, ദിസ് ഈസ് ഷോർട്ട്. ഓക്കെ, ഇതറിയാവോ? വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ബനാന അല്ലേ? ഇത് ഏത്തയ്ക്കാന്ന് നമ്മൾ പറയും. ദിസ് ഈസ് ബനാന, പഴം. ദിസ് ഈസ് ലോങ്, ദിസ് ഈസ് ഷോർട്ട്. ഇത് രണ്ടും കഴിക്കാറുണ്ടോ? ഇതിൻ്റെ ടേസ്റ്റ് എന്തുവാ? സ്വീറ്റ് ആണോ? നമ്മൾ പുട്ടൊക്കെ അങ്ങോട്ട് പഴവിട്ട് കുഴച്ചൊക്കെ കഴിക്കുകയല്ലേ? അമ്മ വാരിത്തരുവാണോ? ഓക്കെ, ഇനി തന്നെ കഴിക്കാനും പഠിക്കണം കേട്ടോ. ദിസ് ഈസ് ലോങ്, ദിസ് ഈസ് ഷോർട്ട്. ഓക്കെ, ഇനി നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിലില്ലേ? മിസ്സിൻ്റെ ഇരിക്കുന്ന പെൻസിൽ നോക്കിയേ, ഇത് നോക്കിയേ, ഇത് വെട്ടി ഈ പരുവായിപ്പോയി. ഇത് ലോങ് ആണോ ഷോർട്ടാണോ? ഷോർട്ട്. മിസ്സിൻ്റെ ഇരിക്കുന്ന പേന നോക്കിക്കേ. ദിസ് ഇസ് മൈ പെൻ. ഇത് എൻ്റെ പേന കേട്ടോ, അതുകൊണ്ട് ഇത് ലോങ്ങാണ്. മിസ്സിൻ്റെ പേന ലോങ്, ഷോർട്ട്, ലോങ്, ഷോർട്ട്, ലോങ്, ഷോർട്ട്. അടുത്ത മിസ്സിൻ്റെ ചെറിയൊരു നിങ്ങളുടെയൊക്കെ ബോക്സിലിരിക്കുന്ന പോലത്തെ സ്കെയില് കണ്ടോ? ചെറിയ സ്കെയില്. ഇത് ലോങ് ആണോ ഷോർട്ടാണോ? ഇതാണോ ഷോർട്ട്?
Is this short? Is this long? This is long. This is short. Look here. This is long. This is short. മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? ഇനി നിങ്ങൾ സ്കൂളിൽ കൊണ്ടുവരുന്ന വേറെ സാധനം മിസ് കാണിക്കാം. വാട്ടർ ബോട്ടിൽ. എല്ലാവരും വാട്ടർ ബോട്ടിൽ മേടിച്ചായിരുന്നോ സ്കൂളിൽ വരാൻ വേണ്ടി? ഇപ്പം നമുക്ക് സ്കൂളിൽ വരാൻ പറ്റുമല്ലേ? മാറും കേട്ടോ. ഇതെല്ലാം മാറി നമ്മുടെ സ്കൂളിൽ വന്ന് അടിച്ചു പൊളിക്കും. ഇത് വലിയ വാട്ടർ ബോട്ടിൽ മിസ് കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലാണ്. മിസ്സിൻ്റെ മോൻ കൊണ്ടുവന്ന വാട്ടർ ബോട്ടിൽ ഇത് കുഞ്ഞു വാട്ടർ ബോട്ടിൽ. ഷോർട്ട്, ലോങ്, ഷോർട്ട്, ലോങ്, ഷോർട്ട്. ഇഷ്ടപ്പെട്ടോ? ലോങ് ഷോർട്ട് മനസ്സിലായോ? ബിഗ് ആൻഡ് സ്മോൾ മിസ് പഠിപ്പിച്ചു പറഞ്ഞല്ലോ. ബിഗ് സ്മോൾ, ബിഗ് സ്മോൾ, ലോങ് ഷോർട്ട്. മനസ്സിലായോ? അപ്പം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ലോങ്ങും ഷോർട്ടുമായിട്ടുള്ള സാധനങ്ങൾ, ബിഗും സ്മോളുമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നിങ്ങളത് പിടിച്ചുകൊണ്ട് ദിസ് ഈസ് ബിഗ്, ദിസ് ഈസ് സ്മോൾ, ദിസ് ഈസ് ലോങ്, ദിസ് ഈസ് ഷോർട്ട് എന്നുള്ള വീഡിയോ ഒക്കെ എടുത്ത് മിസ്സിന് അയച്ചു തരണം. അയച്ചു തരുമോ? ഓക്കെ. മിസ് നോക്കിയിരിക്കും, കാത്തിരിക്കും എൻ്റെ കുഞ്ഞു മക്കളുടെ വീഡിയോ കാണാൻ വേണ്ടി. അപ്പം എത്രയും വേഗം അയച്ചു തരണേ. മിസ് നോക്കിയിരിക്കും. ബൈ, ടാറ്റാ. long, short,